മിനിറ്റിലും കേരളങ്ങളിലുമായി ചീറിപ്പാഞ്ഞെത്തുന്ന ആംബുലൻസുകളാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ഉണ്ടായിരുന്നത് മേപ്പാടി സർക്കാർ ആശുപത്രിയിലാണ്. അവിടെയാണ് ഈ മൃതശരീരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അത് തിരിച്ചറിയാനെത്തുന്ന അവരുടെ ബന്ധുക്കളും മിക്കവരും മുങ്ങിപ്പൊട്ടുന്ന ഏറെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വാക്കുകൾ ഇല്ല അവർക്ക് പറയാൻ. അവര് ഓരോരുത്തരും ഈ ജീവനിലേക്ക് തിരിച്ചൊക്കെ എത്തിയവരാണ്. അപ്പോഴും അവർ തിരയുന്നത് അവർ ഉറ്റവരെയാണ്. ബാക്കി എന്തും നഷ്ടപ്പെട്ടാൽ പോലും അവരുടെ കൂടെയുള്ളവരെ എവിടെയാണെന്ന് ആ കണ്ണുകൾ തിരയുന്നതാണ് നമുക്ക് കാണാനുള്ളത്. ഞാനിപ്പോൾ അതിന് സമീപമുള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പിലെത്തി. ഇവിടെ ഈ രണ്ട് മേഖലയിലും ഒരുപാട് പേരുണ്ട്. ഈ പ്രത്യേകിച്ചും പ്രധാനമായും എടുത്തു പറയേണ്ടത് മുണ്ടക്കൈയിലേക്ക് നമുക്ക് അവിടേക്ക് രക്ഷാപ്രവർത്തനം പോലും അവിടുത്തെ അത്ര ദുഷ്കരമായ ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ ചൂരൽമലയിലുള്ളവരാണ് കൂടുതലും നേരത്തെ രക്ഷപ്പെട്ടൊക്കെ എത്തിയവരിൽ കൂടുതലും ഈ വിംസ് ആശുപത്രിയിലൊക്കെയായി ഇപ്പോഴും ചികിത്സയിലുള്ളത്. മേപ്പാടി ആശുപത്രിയിലൊക്കെയായി ചികിത്സയിലുള്ളത് കൂടുതലും ഈ ചൂരൽമല മേഖലയിലുള്ളവരാണ്. അവരുടെയൊക്കെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. അവരുടെയൊക്കെ പൊട്ടുകയാണ്. അവിടെ എത്തി പലരും ഈ ബോധരഹിതരായി കഴിയുന്നവരുണ്ട്, തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നവരുണ്ട്. ഈ ഒരു മണിക്കൂറോളം ഒക്കെ കുടുങ്ങി നിന്ന് മറ്റുള്ളവർ എത്തിയപ്പോൾ അയൽവാസികളൊക്കെ എത്തി രക്ഷപ്പെടുന്നതിനിടെ വീണ്ടും രണ്ടാമതൊരു ഉൾപ്പെടലുണ്ടായ അനുഭവമൊക്കെ നമ്മളോട് കഴിഞ്ഞ മണിക്കൂറിൽ പങ്കുവെച്ചവരുണ്ട്. അത്തരത്തിൽ ഇവിടുന്ന് നമുക്ക് ഒട്ടും മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് വീണ്ടും നമുക്ക്. എന്തായാലും രക്ഷാപ്രവർത്തനം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. ചൂരൽമലയൊക്കെ കേന്ദ്രീകരിച്ച് ഓരോ ആംബുലൻസിലായി ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ തയ്യാറാണ്, സജ്ജമാണ്. അത്തരത്തിൽ ഈ ആളുകളെയൊക്കെ ഇവിടെ ഏകോപിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനം ദൗത്യം ഒക്കെയാണ് ഈ ക്യാമ്പിൽ നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്ന് എന്തായാലും കാണാൻ സാധിക്കുന്നത്. മറുഭാഗത്ത് മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് മുണ്ടക്കൈ ഏറ്റവും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദുഷ്കരമായ ഒരു സാഹചര്യം, ആ സാഹചര്യം മാറ്റിയെടുക്കാനുള്ള ഒരു പാലം നിർമ്മിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ. അരുണെ, ഈ മുണ്ടക്കൈയിലേക്ക് എത്ര പേരടങ്ങുന്ന സംഘം എത്താൻ കഴിഞ്ഞിട്ടുണ്ട് സൈന്യത്തിന്? ഈ പാലം നിർമ്മിക്കുക ഇന്ന് തന്നെ അത് പ്രായോഗികമായി നടക്കുമോ? അതിലേക്കാണ് സൈന്യം ആദ്യ പടി എന്നോണം അതിലേക്കാണ് കടക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് ഘടകങ്ങളുണ്ട് ദിലീപ്. ഒന്നാമത്തെ ഘടകം കാലാവസ്ഥ തന്നെയാണ്. നേരത്തെ എയർലിഫ്റ്റിന് ഉൾപ്പെടെ ശ്രമിച്ചപ്പോൾ കാലാവസ്ഥ ഒരു പ്രതികൂല സാഹചര്യമായി മാറി. ഇപ്പൊ തന്നെ പാലം തകർന്നത് വലിയ വെല്ലുവിളിയായി. മുൻപൊക്കെ ഉണ്ടായ പശ്ചാത്തലം നമുക്കറിയാം. ഇപ്പോൾ ഇതിനടുത്തുള്ള പുതുമലയിലെ 2019 ദുരന്തത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു ആക്സസ് പോയിന്റ് ഉണ്ടായിരുന്നു. അവിടെ എത്താൻ അത് കേന്ദ്രീകരിച്ച് നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാനും ഈ രക്ഷാപ്രവർത്തനം സംയോജിതമായി നടത്താനും ഒക്കെ സാധിച്ചിരുന്നു. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ളൊരു സാഹചര്യമല്ല എന്നുള്ളത് തന്നെയാണ്. ഈ ദുരന്തത്തിന്റെ ഒരു ആഘാതവും വ്യാപ്തിയും നമ്മൾ എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോഴുള്ള ഏറെ സങ്കടത്തോടെയാണെങ്കിൽ നമുക്കത് പറയാതെ വയ്യ. 63 പേരെന്ന് പറയുന്നത് ഈ ചൂരൂർ മലയിൽ പ്രദേശത്തും സമീപവും ഒക്കെ ഉള്ളവരുടേത് ആയിട്ടുള്ള മൃതശരീരങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അത് ഇനി ഉയരും എന്നുള്ള ഏറ്റവും സങ്കടകരമായ കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഈ മുണ്ടക്കൈ പ്രദേശത്തിൽ കൂടെ വരുമ്പോൾ എന്നാണ്. എന്തായാലും എത്രയും വേഗത്തിൽ തന്നെ അവിടേക്ക് എത്താനുള്ള നടപടികളും കാര്യങ്ങളും തന്നെയാണ് ഇപ്പോൾ സൈന്യം ഉൾപ്പെടെ അവിടെ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ആ മേഖലയിൽ നിന്ന് എന്തായാലും അറിയാൻ സാധിക്കുന്നത്. പാലം നിർമ്മിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സൈന്യം കടക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എന്തായാലും അറിയിക്കുന്നത്. ഒരു ഭാഗത്ത് ആശുപത്രികൾ. അരുണെ, ഈ മുണ്ടക്കൈയിൽ എത്രയിടങ്ങളിൽ ആളുകൾ കൂടി, നമ്മളിപ്പോൾ പലരെയും ഫോൺ വിളിക്കുമ്പോൾ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി പറയുന്നുണ്ട്. ഈ കുടുങ്ങിക്കിടക്കുന്ന എത്ര ഇടങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എത്ര പേരെ കാണാതായിട്ടുണ്ട്? ഇപ്പോൾ ഒരു ഏകദേശ ഒരു കണക്ക് എങ്ങനെയാണ്? അത് ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളത് തന്നെയാണ്. കൃത്യമായ കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. ഓരോ മണിക്കൂറിലും പുതുതായൊക്കെ ആളുകൾ വിളിക്കുന്നതായാണ് ഇപ്പോൾ ഇവിടെയുള്ള രക്ഷാപ്രവർത്തകരൊക്കെ ഉൾപ്പെടെ നമ്മുടെ ഉൾപ്പെടെ പുതിയ കോളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേന്ദ്രീകരിച്ചു കൂടിയാണ് ഒരു ഔദ്യോഗിക സ്ഥിരീകരണമൊക്കെ വരാനുള്ള സമയം ഇനിയും ഏറെയാണ് എന്നുള്ളത് തന്നെയാണ്. ദിലീപ് കൂടുതൽ പേരെ ായുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ തന്നെ മുണ്ടക്കൈയിൽ ഇനിയും വ്യക്തത വരുത്താൻ കുറെ കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് മുണ്ടക്കൈയിലുള്ളത്. ഈ മറ്റ് മേഖലകളിലൊക്കെ ഉള്ള ആളുകളെയാണ് ഞാൻ പറഞ്ഞത്. മുണ്ടക്കൈ എല്ലാവരുള്ള മേഖലകളിലെ ആളുകളാണ് കൂടുതലും രക്ഷപ്പെടുത്തി ആശുപത്രിയിലൊക്കെ ചികിത്സയിൽ കഴിയുന്നതും. മുണ്ടക്കൈയിൽ ഒരു സങ്കീർണമായ സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അവിടേക്ക് എത്താനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. സൈന്യത്തിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ അവിടേക്ക് എത്താനുള്ള മുണ്ടക്കൈയിലെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി ഊർജിതമാക്കി അടിയന്തരമായി നടത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ശരി, അരുണാണ് മേപ്പാടിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈയിലേക്ക് പാലം നിർമ്മിക്കുക എന്നത് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനുള്ള ശ്രമങ്ങളിലേക്ക് സൈന്യം കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ സാധ്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇപ്പോഴും
കൃത്യമായി നമുക്ക് എത്ര പേരെ കാണാതായി, എത്ര കുടുംബങ്ങൾ ഈ ദുരന്തത്തിനിരയായി എന്നൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ആളുകളും വല്ലാതെ ഭയപ്പെട്ട് അല്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ്. ആളുകളോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കൊക്കെ അപകടം സംഭവിച്ചു എന്ന് പോലും നമുക്ക് ചോദിക്കാൻ കഴിയില്ല. എങ്കിൽ മാത്രമേ കൃത്യമായൊരു വിവരങ്ങൾ തീർച്ചയായും അധികൃതർക്കും എത്തുകയുള്ളൂ. അതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അന്തരീക്ഷം തന്നെ വീണ്ടും കലുഷിതമാകുന്നൊരു സ്ഥിതിയാണ്. എപ്പോൾ വേണമെങ്കിലും മഴ വീണ്ടും ആർത്തലച്ചെത്തും എന്നൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെയും അതിജീവിച്ച് പാലം നിർമ്മിക്കാൻ കഴിഞ്ഞാൽ, എത്രയും വേഗത്തിൽ പാലം നിർമ്മിക്കാൻ കഴിഞ്ഞാൽ മുണ്ടക്കൈയിലേക്കുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗം കൈവരും. കൂടുതൽ ആളുകൾക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയും. കൂടുതൽ സാധനങ്ങൾ അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ട, ഇപ്പോൾ നമുക്കറിയാലോ ഇത്രയും കടകളും വീടുകളും ഒക്കെ തകർന്നടിയുമ്പോൾ ഒരു സമൂഹം മുഴുവൻ അല്ലെങ്കിൽ എത്രയോ നൂറുകണക്കിന് കുടുംബങ്ങൾ മുഴുവൻ ഒന്നുമില്ലാത്തവരായ ഒറ്റയടിക്ക് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മാറിയതാണ്. അപ്പോൾ ആ രീതിയിൽ സഹായം എത്തിക്കാനുള്ള ശ്രമങ്ങളും എല്ലാ ഇടങ്ങളിലും നടക്കുന്നുണ്ട്.